2025 പുറത്തിറങ്ങിയ അതിഗംഭീരമായ മമ്മൂട്ടി ചലച്ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചലച്ചിത്രം ഇപ്പോൾ C5 സ്ട്രീം ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്ന് കാണുമല്ലോ. സിനിമയുടെ ഒരു കഥാസംഗ്രഹം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. കഴിയുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ഡൊമിനിക്സ് ഡിറ്റക്റ്റീവ് ഏജൻസി എന്നൊരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഏജൻസിയിലേക്ക് ഒരു അസിസ്റ്റന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. ആ പരസ്യം കണ്ടിട്ട് എത്തിയതായിരുന്നു വിഘ്നേഷ് എന്ന വിക്കി അന്വേഷിച്ച് ഒടുവിൽ ആ അഡ്രസ്സിലേക്ക് എത്തി. ഡൊമിനിക് താമസിക്കുന്ന ആ ഫ്ളാറ്റിലേക്ക് വിക്കിയെ കണ്ടതും ഡൊമിനിക്കിന് നന്നേ പിടിച്ചു. ഒറ്റ സ്കാനിങ്ങിൽ അയാളെ മനസ്സിലാക്കിയവൻ തന്റെ അസിസ്റ്റന്റായി ഇന്റർവ്യൂ ഒന്നും കൂടാതെ നിയമിച്ചു. പിന്നാലെ സോമംപിള്ള എന്ന് പറഞ്ഞ വ്യക്തിയുടെ കേസ് അന്വേഷിക്കാൻ പോകണം എന്ന് പറഞ്ഞ് വിക്കിയുമായി വേഗം ഡൊമിനിക്ക് പുറത്തേക്കിറങ്ങി. അവർ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ആ സമയം വിക്കി ചോദിച്ചു, ഒരു ചോദ്യം പോലും ചോദിക്കാതെ സാറെങ്ങനെയാണ് എന്നെ സെലക്ട് ചെയ്തത്? ഡൊമിനിക്കിന്റെ മറുപടി വിക്കിയെയും അതിശയിപ്പിച്ചിരുന്നു. നിന്റെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നതും കറുത്തിരിക്കുന്നതും കണ്ടില്ലേ? ഉറക്കമില്ലാത്ത കണ്ണുകൾ. ഈ ജോലിക്ക് ആദ്യമായി വേണ്ടത് അതാണ്. പിന്നെ നീ ധരിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ഷർട്ടും പാന്റും ഒക്കെയാണ്. അതിനർത്ഥം നീ അത്യാവശ്യം പണമുള്ള വീട്ടിലെ പയ്യനാണ്. അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു കട്ടായ സ്വഭാവമൊന്നും നിനക്കുണ്ടാവില്ല. പിന്നെ നീ ക്രൈം മൂവികൾ ആസ്വദിച്ചു കാണാൻ താല്പര്യപ്പെടുന്നു. നിന്റെ ഫോണിൽ വന്ന നോട്ടിഫിക്കേഷനിലൂടെ അത് ഞാൻ മനസ്സിലാക്കി. അത് നിന്റെ ഈ ജോലിയിലുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിന്റെ ബൈക്കുണ്ട്. ഞാൻ ഹൗസ് ഓണറുടെ കാറായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അതൊരു അപകടത്തിൽപ്പെട്ട് വർക്ക്ഷോപ്പിലാണ്. ഇപ്പോൾ തൽക്കാലം ആവശ്യത്തിന് നമുക്ക് നിന്റെ ബൈക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നിന്നെ സെലക്ട് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോ വിക്കി ഡൊമിനിക്കിനോടൊരു കാര്യം പറഞ്ഞു. ഡൊമിനിക്ക് ചൂണ്ടിക്കാണിച്ചതിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവന്റെ കയ്യിൽ കുത്തിയിരുന്ന ടാറ്റുവിന്റെ കാര്യത്തിൽ. വിക്കി അത് സൂചിപ്പിച്ചതും ഡൊമിനിക്ക് പറഞ്ഞു, അതിപ്പോ ഒബ്സർവേഷനിലും നിഗമനത്തിലും ഒരു 20% എററൊക്കെ സ്വാഭാവികമാണ്. ഡൊമിനിക് അല്പം സ്വയം പൊങ്ങിയായിരുന്നു. തള്ളലിന് ഒരു കുറവുമില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി അവർ വീണ്ടും സഞ്ചരിച്ചു. സോമംപിള്ളയെ കണ്ടു. സോമംപിള്ളയെ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ സമയം വിക്കി വീണ്ടും ചോദിച്ചു, താങ്കളുടെ റൂമിൽ വന്നപ്പോ പോലീസ് യൂണിഫോമിൽ ഒരു ഫോട്ടോ കാണാൻ കഴിഞ്ഞു. മുമ്പ് സാറ് പോലീസിലായിരുന്നോ? അപ്പോ ഡൊമിനിക് പറഞ്ഞു, ഞാൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് ഊഹിക്കാമല്ലോ. ജോലിയിൽ നിന്ന് എനിക്ക് വിരമിക്കേണ്ടി വന്നു. യാഥാർത്ഥ്യത്തിൽ സത്യം അതൊന്നും ആയിരുന്നില്ല. ഡൊമിനിക്കിന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അത് മറച്ചുവെച്ചുകൊണ്ടാണ് ഡൊമിനിക് ജോലിയിൽ കയറിയത്. പിന്നീട് ഡിപ്പാർട്ട്മെന്റ് അത് മനസ്സിലാക്കിയപ്പോ ഡൊമിനിക്കിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷേ ഡൊമിനിക് അതൊന്നും ഗൗതമിന്റെ അടുത്ത് പറഞ്ഞില്ല. പിരിച്ചുവിട്ടാൽ എന്താ, സ്വന്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്റെ ജോലി തുടരുന്നു എന്നൊക്കെ ഡൊമിനിക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. സോമംപിള്ള കുറെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ പോയത് ഒരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. ഹോട്ടലിന് താഴെ നിരീക്ഷണത്തിന് ഗൗതമിനെ നിർത്തിയ ശേഷം ഡൊമിനിക്ക് സോമംപിള്ള പോയ അതേ മുറിയിലേക്ക് കയറി ചെന്നു. സോമംപിള്ള അവിടെ ഒരു അവിഹിത സെറ്റപ്പിനുള്ള കാര്യങ്ങൾ നീക്കുപോക്കാക്കുകയായിരുന്നു. വാതിൽ മുട്ടി അകത്തേക്ക് കയറിയ ഡൊമിനിക്ക് അതെല്ലാം അപ്പോൾ തന്നെ ക്യാമറയിൽ പകർത്തി. സോമംപിള്ള ഒന്ന് പാനിക് ആകുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് സോമംപിള്ള ചോദിച്ചപ്പോൾ ഡൊമിനിക്ക് പറഞ്ഞു, മല്ലിക എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യ എനിക്ക് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കേസ് തന്നിരുന്നു. അതന്വേഷിച്ചാ ഞാൻ ഇവിടെ എത്തിയത്. ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. സോമംപിള്ള അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. പോരാത്തതിന് സോമംപിള്ള പെണ്ണ് കേസിൽ വീക്ക്നെസ് ഉള്ള വ്യക്തിയാണെന്ന് ഡൊമിനിക്കിന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്. സോമംപിള്ള ഡൊമിനിക്കിന് വലിയൊരു പ്രതിഫലം ഓഫർ ചെയ്തു. ഈ വിവരം തന്റെ ഭാര്യ മല്ലികയോട് പറയരുതെന്നും പറഞ്ഞു. സോമംപിള്ള അന്ന് കൂട്ടിക്കൊണ്ടുവന്ന കൂടെയുള്ള പെണ്ണാകട്ടെ അതിലും വലിയ ഉടായിപ്പായിരുന്നു. ഒളിക്യാമറ വെച്ച് സോമംപിള്ളയുടെ ദൃശ്യം ഷൂട്ട് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യലായിരുന്നു അവളുടെ പദ്ധതി. അതും പൊളിച്ച് ഡൊമിനിക്ക് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതോടെ സോമംപിള്ള വിലപേശൽ നിർത്തി. ഡൊമിനിക്ക് പറഞ്ഞ് 50,000 രൂപ കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. ഡൊമിനിക്ക് സോമംപിള്ള വാങ്ങിവെച്ച പലചരക്കുമായിട്ടായിരുന്നു ഇറങ്ങി വന്നത്. യാഥാർത്ഥ്യത്തിൽ ഒരു മല്ലികയും ഡൊമിനിക്കിന് കേസ് കൊടുത്തിട്ടില്ല. മല്ലികയുടെ പേര് പറഞ്ഞ് സോമംപിള്ളയുടെ പുറകെ നടന്ന് അന്വേഷിച്ച് നമ്പർ ഇറക്കി ഡൊമിനിക്ക് പൈസ ഉണ്ടാക്കിയതാണ്. അവിഹിതം നടത്തുന്ന ഒരു ഭർത്താവും പോയി ഭാര്യയോട് നീ ഇങ്ങനെ കേസ് കൊടുത്തോ എന്നൊന്നും ചോദിക്കില്ലല്ലോ. എന്തായാലും ഡൊമിനിക്ക് തിരികെ ഫ്ളാറ്റിലേക്ക് എത്തി. തന്റെ ഹൗസ് ഓണറും സുഹൃത്തുമായ മാധുരിയുടെ വീട്ടിലേക്കായിരുന്നു ഡൊമിനിക്ക് ചെന്നത്. മാധുരിയുടെ അടുത്ത് നിന്ന് ഡൊമിനിക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതാണ്. കൊണ്ടുവന്ന പലചരക്ക് മാധുരിയുടെ കയ്യിൽ ഡൊമിനിക്ക് ഏൽപ്പിച്ചു. അപ്പോഴാണ് മാധുരി പറയുന്നത്, നീ പേര് കേട്ട് ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് അല്ലേ? എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. അതിനകത്ത് കുറച്ച് കാശും കുറച്ച് ഡോക്യുമെന്റ്സും ഉണ്ട്. അത് വെച്ച് നീ ആ പേഴ്സിന്റെ ഓണറെ കണ്ടുപിടിച്ച് ഇത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള ചീള് കേസൊന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ ഈ കേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ നേട്ടം എന്നായിരുന്നു ഡൊമിനിക്കിന്റെ മറുചോദ്യം. മാധുരി പറഞ്ഞു, നീ എനിക്ക് 4 മാസത്തെ വാടക തരാനില്ലേ? ഒരു കാര്യം ചെയ്യ്, ആ 4 മാസത്തെ വാടക നീ എനിക്ക് തരണ്ട. പേഴ്സിന്റെ
ഓണറെ കണ്ടുപിടിച്ച് ഇത് അവർക്ക് കൊടുക്ക്. ഡൊമിനിക്കിന് അത് കേൾക്കുമ്പോൾ ചെറിയ സന്തോഷമാവുന്നുണ്ട്. ഒന്ന് പൊങ്ങിയെഴുന്നേറ്റ് ഡീലിന് ഡൊമിനിക് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ലേഡീസ് പേഴ്സ് ആരാണെന്ന് ഡൊമിനിക് അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. പേഴ്സ് പരിശോധിക്കുമ്പോൾ പേഴ്സിനകത്ത് കുറച്ച് കാശുണ്ട്, കുറച്ച് കാർഡുകളുണ്ട്, പിന്നെ ഒരു പേപ്പർ വലിച്ചു കീറിയിട്ടിട്ടുമുണ്ട്. ഒരു മെമ്മറി കാർഡും. മെമ്മറി കാർഡ് ഡൊമിനിക് ചെക്ക് ചെയ്തപ്പോൾ അതിൽ പാസ്വേഡ് ചോദിക്കുന്നു. പിന്നാലെ അത് മാറ്റിവെച്ച് പേഴ്സിനകത്ത് വലിച്ചു കീറിയിട്ടിരുന്ന പേപ്പർ ഡൊമിനിക് എടുത്തു നോക്കി. അത് ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ അതൊരു ബാങ്കിന്റെ പേപ്പറാണ്. ഡൊമിനിക് പിന്നാലെ തനിക്ക് പരിചയമുള്ള സക്കറിയ എന്ന ബാങ്കിലൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചു. ആളൊരു ബാങ്ക് മാനേജറാണ്. മുമ്പ് സക്കറിയയെയും ഒരു പെണ്ണ് കേസിൽ ഡൊമിനിക് കൈയോടെ പൊക്കിയിട്ടുണ്ട്. അത് വെച്ച് അന്നു മുതൽ തന്റെ ആവശ്യങ്ങൾക്ക് ഡൊമിനിക് അത്യാവശ്യമായി അയാളെ യൂസാക്കുന്നുമുണ്ട്. ആ കീറിയ പേപ്പറിലുണ്ടായിരുന്ന ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് അക്കൗണ്ട് ഹോൾഡറുടെ പേരും ഡീറ്റെയിൽസും അറിയുകയായിരുന്നു ഡൊമിനിക്കിന്റെ ലക്ഷ്യം. ഒടുവിൽ സക്കറിയുടെ സഹായത്തോടെ ഡൊമിനിക് അത് മനസ്സിലാക്കി. പൂജ എന്ന പെൺകുട്ടിയുടെ അക്കൗണ്ടാണ്. ഒപ്പം പൂജയുടെ അഡ്രസ്സും മറ്റ് വിവരങ്ങളും കിട്ടി. ഡൊമിനിക് പിന്നാലെ തന്റെ അസിസ്റ്റന്റിനെയും കൂട്ടി പൂജയുടെ അഡ്രസ്സിൽ ചെന്നു. അവിടെ എത്തുമ്പോൾ ഡൊമിനിക് കണ്ടത് 2 പെൺകുട്ടികളെയാണ്. അവർ പൂജയുടെ റൂംമേറ്റ്സ് ആയിരുന്നു, സുഹൃത്തുക്കളുമാണ്. ഡൊമിനിക് അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പൂജയുടെ പേഴ്സ് അവർ തിരിച്ചറിഞ്ഞതും ഡൊമിനിക് പറഞ്ഞു പൂജയ്ക്ക് ഈ പേഴ്സ് തിരികെ കൊടുത്തിട്ട് പോവാൻ വേണ്ടി വന്നതാണ്. പൂജ എവിടെ? അപ്പോഴാണ് സുഹൃത്തുക്കൾ പറയുന്നത് 4 ദിവസമായി പൂജ മിസ്സിംഗ് ആണ്. അതോടെ ഡൊമിനിക് പൂജയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. ഫ്ളാറ്റിനകത്ത് കയറി പൂജയുടെ മുറിയും നോക്കി കണ്ടു. ഫോട്ടോസൊക്കെ പകർത്തി. അപ്പോഴാണ് ഡൊമിനിക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. പൂജയ്ക്ക് കാർത്തിക് എന്ന് പറയുന്ന ഒരു പയ്യനുമായി റിലേഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും പ്രണയത്തിലൊക്കെയായിരുന്നു. പക്ഷേ 2 വർഷത്തിന് മുമ്പ് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. പൂജ ഈ കാർത്തികിനെ അന്വേഷിച്ച് കാർത്തികിനെ കാണാൻ വേണ്ടി 4 ദിവസം മുമ്പ് പോയിരുന്നു. അതിനുശേഷമാണ് പൂജയെ കാണാതായത്. അതല്ലാതെ വേറെന്തെങ്കിലും പ്രശ്നം പൂജയ്ക്കുണ്ടായിരുന്നോ എന്ന് ഡൊമിനിക് തിരക്കി. പൂജയുടെ ഫ്രണ്ട്സ് പറഞ്ഞു ആൽബി എന്ന് പറയുന്ന ഒരാള് പൂജയെ സ്ഥിരമായി സ്റ്റോക്ക് ചെയ്ത് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര അവോയ്ഡ് ചെയ്തിട്ടും അവൻ ഒഴിവാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പോലീസ് കേസ് കൊടുത്തപ്പോഴാ ആൽബി ഒന്ന് ഒതുങ്ങിയത്. മാത്രമല്ല അവനെ സ്നേഹിച്ചില്ലെങ്കിൽ അവളെ ഇല്ലാതാക്കുമെന്നൊക്കെ ആൽബി പൂജയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി ഡൊമിനിക് അവിടെ നിന്നിറങ്ങി. ഇതിനിടയിൽ കൂട്ടുകാരിയുടെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിൽ പോയി പൂജയുടെ അമ്മ വന്നു കൊടുത്ത മിസ്സിംഗ് കേസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഡൊമിനിക് ഒന്ന് ചൂഴ്ന്നെടുക്കുന്നുണ്ട്. പക്ഷെ കാര്യമായ പുരോഗതിയൊന്നും വന്നിരുന്നില്ല. എന്തായാലും അവിടെ നിന്ന് ഹൗസ് ഓണറുടെ അടുത്തേക്ക് ഡൊമിനിക് തിരികെ എത്തി. വലിയ നേട്ടത്തോടെ പൂജയെ പറ്റിയുള്ള വിവരങ്ങളും പൂജയാണ് പേഴ്സിന്റെ ഓണറെന്നും മാധുരിയോട് പറഞ്ഞു. പിന്നാലെ കൂട്ടിച്ചേർത്തു പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പേഴ്സിന്റെ ഓണറായ പൂജ എന്ന് പറയുന്ന ഈ കുട്ടിയുണ്ടല്ലോ കഴിഞ്ഞ 4 ദിവസമായി മിസ്സിംഗ് ആണ്. അത് കേട്ട് മാധുരി ഒന്ന് അതിശയിച്ചിരുന്നു. പിന്നാലെ ഡൊമിനിക് തന്റെ ഫ്ളാറ്റിലേക്ക് തിരികെ പോയി. അവിടെ തുടരുമ്പോ ഡൊമിനിക്കിന്റെ എക്സ് വൈഫും പുതിയ ഭർത്താവും വന്നു. അവർ നാട് വിട്ടു പോവുകയാണ്. എക്സ് വൈഫിന് ഡൊമിനിക് അത്യാവശ്യം പൈസ എന്തോ സെറ്റിൽ ചെയ്യാനുമുണ്ട്. അതിന്റെ ഒരു ചെക്ക് അവളുടെ കയ്യിലുണ്ട്. അത് താൻ കോടതിയിൽ ഫയൽ ചെയ്യും. അത് തന്റെ വാശിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ പോയത്. ഡൊമിനിക്കിന്റെ മുഖത്ത് കുറച്ച് നിരാശ കാണാമായിരുന്നു. ഡൊമിനിക് തനിച്ചുപോയി ഓരോന്ന് ആലോചിച്ച് നിൽക്കെ മാധുരി അങ്ങോട്ടേക്ക് വന്നു. മാധുരി ഡൊമിനിക്കിനോട് പൂജയുടെ തിരോധാനത്തെ പറ്റി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ താനെന്തിന് അത് ചെയ്യണം? എനിക്കെന്ത് നേട്ടമാ ഉണ്ടാവുക എന്നായിരുന്നു ഡൊമിനിക്കിന്റെ മറു ചോദ്യം. അത് കേട്ട ഹൗസ് ഓണർ മാധുരി പറഞ്ഞു മുമ്പ് നീ എന്റെ കാർ എടുത്തുകൊണ്ട് പോയി ഒരിടത്ത് വെച്ചിടിച്ച് അത് നന്നാക്കാൻ അത്യാവശ്യം കാശ് ചെലവായി. പിന്നെ അത് കൂടാതെ പലപ്പോഴായി നീ മേടിച്ച കാശ് അതൊരു 50,000-ന് മുകളിലുണ്ടാകും. അതൊന്നും നീ തിരികെ തരണ്ട. ആ പൂജയെ കണ്ടുപിടിച്ചാ മതി. ഡൊമിനിക് അപ്പോഴൊന്നും പറഞ്ഞില്ലെങ്കിലും ആ കേസ് ഏറ്റെടുക്കാൻ ഡൊമിനിക് തയ്യാറായി. കേസുമായി ബന്ധപ്പെട്ട് ഡൊമിനിക് ആദ്യം അന്വേഷിച്ചു പോയത് പൂജയെ ശല്യം ചെയ്തു എന്ന് പറയുന്ന ആൽബിയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ആൽബിയുടെ അമ്മ ആൽബിയെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങളല്ല പറയുന്നത്. ആൽബി ഒരു പ്രശ്നക്കാരനാണെന്ന് ഡൊമിനിക്കിന് മനസ്സിലായി. അവനെക്കുറിച്ച് നാട്ടിലും മറ്റുമായി തുടർച്ചയായി അന്വേഷിച്ച ഡൊമിനിക് ഒടുവിൽ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ ആൽബിയെ കണ്ടെത്തി. ഡൊമിനിക്കിനെ കണ്ടതും ആൽബി ഓടാൻ ആരംഭിച്ചു. ഒടുവില് തന്റെ ആളുകളുടെ കൂടെ കൂടി ആൽബി ഡൊമിനിക്കുമായി ഒരു ഫൈറ്റിലേർപ്പെട്ടു. കനത്ത ഏറ്റുമുട്ടൽ നടന്നു. ഇതിനിടയിൽ ആൽബി ഡൊമിനിക്കിനെ ഒന്ന് പിടിച്ചുവെക്കെ ആൽബി ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ് എന്ന് ചിന്തിച്ച് വിക്കി അവിടെ ഇരുന്ന ഒരു ഇരുമ്പ് ദണ്ടെടുത്ത് ആൽബിയുടെ തലക്കിട്ടടിച്ചു. കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. വധശ്രമത്തിന്റെ പേരിൽ അവർക്കെതിരെ കേസെടുത്ത് ഡൊമിനിക്കും വിക്കിയും നേരെ പോലീസ് സ്റ്റേഷനിലായി. വിക്കി ഭയക്കുന്നുണ്ടെങ്കിലും ഡൊമിനിക് വളരെ കൂളായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മാധുരി ആൽബിയുടെ അമ്മയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തി. പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഡൊമിനിക്കിനെ വിളിച്ചിറക്കി കൊണ്ടുപോരുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വന്ന ശേഷം വീണ്ടും അവർ പൂജയുടെ കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചു. ആൽബിയുമായി പൂജ
പൂജയ്ക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല എന്ന് ഡൊമിനിക് അതിനോടകം മനസ്സിലാക്കിയിരുന്നു. അതോടെ ഡൊമിനിക് 2 വർഷത്തിനു മുമ്പ് പൂജ ബ്രേക്കപ്പായി എന്ന് പറയുന്ന കാർത്തികിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. 2 കൊല്ലം മുമ്പ് ബ്രേക്കപ്പ് ആയെങ്കിൽ എന്തിനാണ് കാർത്തികിനെ പിന്നെ പൂജ അന്വേഷിക്കാൻ പോയത്? അതായിരുന്നു ഡൊമിനിക്കിന്റെ ചിന്ത. അവസാനം പൂജയുടെ പേഴ്സിൽ നിന്ന് കിട്ടിയ മെമ്മറി കാർഡ് അത് പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്യാൻ ഡൊമിനിക് ശ്രമം ആരംഭിച്ചു. വിക്കിയും ഡൊമിനിക്കും പല പാസ്വേഡുകൾ പ്രയോഗിച്ചെങ്കിലും അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മാധുരി താനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് തനിക്ക് തോന്നിയ 2 പാസ്വേഡ് അടിച്ചപ്പോഴേക്കും അതങ്ങ് ഓപ്പൺ ആയി. അതിശയത്തോടെ എന്ത് പാസ്വേഡ് അടിച്ചതെന്ന് ചോദിച്ചപ്പോ മാധുരി പറഞ്ഞു പൂജ 123 എന്ന്. ഡൊമിനിക് അത് കേട്ട് ഒന്ന് ഞെട്ടിയിരുന്നു. അത്ര സിമ്പിളാവുമെന്ന് ഡൊമിനിക് പ്രതീക്ഷിച്ചതേയില്ല. മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോ അതിൽ മുഴുവൻ പൂജയുടെ സിംഗിൾ ഫോട്ടോസ് ആയിരുന്നു. കാർത്തികിന്റെ ഫോട്ടോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സെൽഫി വീഡിയോ ഉണ്ട്. വീഡിയോ എടുത്തിരിക്കുന്നത് ഏതൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. വീഡിയോ എടുക്കുന്നത് കാർത്തികാണെന്ന് ഓഡിയോയിലൂടെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. പക്ഷേ കാർത്തിക് വീഡിയോയിൽ വന്നിട്ടില്ല. ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വാർത്ത കേൾക്കുന്നുമുണ്ടായിരുന്നു. അവർ അത് ശ്രദ്ധിച്ചപ്പോ മൂലക്കട പഞ്ചായത്തിലെ ലൈബ്രറി ഉദ്ഘാടനമാണ് വാർത്തയിൽ പറയുന്നതെന്ന് ഡൊമിനിക് തിരിച്ചറിഞ്ഞു. അങ്ങനെ മൂലക്കട പഞ്ചായത്ത് അന്വേഷിച്ചപ്പോ അത് വയനാട്ടിലാണെന്നും മനസ്സിലായി. വയനാട്ടിൽ ഈ ലൈബ്രറി എന്നാണ് ഓപ്പൺ ചെയ്തത് എന്നവർ നെറ്റിൽ തിരഞ്ഞു. നോക്കുമ്പോ ഡിസംബർ 31, 2021 അതേ സമയത്താണപ്പോൾ അവർ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത്. അവിടെ പോയി അന്വേഷിക്കാൻ ഡൊമിനിക് തീരുമാനിച്ചു. ഡൊമിനിക് അങ്ങനെ ഹോട്ടലിലെത്തി. തന്റെ പഴയ പോലീസ് കാർഡൊക്കെ വെച്ച് CI ആണെന്ന് പറഞ്ഞാണ് അന്വേഷണം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന് ഡൊമിനിക് ആവശ്യപ്പെട്ടപ്പോ 6 മാസത്തിൽ കൂടുതലുള്ള CCTV ദൃശ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും എന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഡൊമിനിക് റിസപ്ഷനിസ്റ്റിനെ ഒന്ന് വിരട്ടിയ ശേഷം കാർത്തിക്കും പൂജയും എടുത്തിരിക്കാൻ സാധ്യതയുള്ള ആ റൂം പോയി പരിശോധിച്ചു. പിന്നാലെ അവിടെ നിന്ന് തിരികെ വരാൻ തുടങ്ങി. ആ സമയത്ത് ഹോട്ടലിൽ നിന്നും കാർത്തികിന്റെ ഒരു അഡ്രസ് ഡൊമിനിക്കിന് കിട്ടിയിരുന്നു. അവർ പിന്നാലെ ആ അഡ്രസ്സിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ എത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് കാർത്തികിന്റെ സഹോദരിയായ നന്ദിതയെയായിരുന്നു. നന്ദിതയോട് സംസാരിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വിവരം ഡൊമിനിക് അറിയുന്നത്. കഴിഞ്ഞ 2 വർഷമായി കാർത്തിക് മിസ്സിംഗ് ആണ്. കാർത്തികിനെ കാണാതായത് അറിഞ്ഞിട്ടാണ് നന്ദിത നാട്ടിലേക്ക് കൊൽക്കത്തയിൽ നിന്ന് തിരികെ വന്നത് പോലും. പിന്നീട് ഇവിടെ നൃത്തവുമൊക്കെയായി കൂടുകയായിരുന്നു. നന്ദിതയെ പറ്റി അന്വേഷിച്ചപ്പോ താനൊരു ക്ലാസിക്കൽ ഡാൻസർ ആണെന്നും കൊൽക്കത്തയിലാണ് താമസിച്ചിരുന്നതെന്നും സഹോദരനെ കാണാതായപ്പോ അവൻ അന്വേഷിച്ച് നാട്ടിലെത്തി കേസ് കൊടുക്കുകയൊക്കെയായിരുന്നു എന്ന് നന്ദിത വിശദീകരിച്ചു. പിന്നാലെ പൂജയെപ്പറ്റി എന്തെങ്കിലും നന്ദിതയ്ക്ക് അറിയാമോ എന്ന് ഡൊമിനിക് അന്വേഷിച്ചു. കാർത്തിക് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും പക്ഷെ താൻ നേരിട്ട് കണ്ടിട്ടില്ല, മറ്റൊന്നും പൂജയെപ്പറ്റി അറിയില്ല എന്നായിരുന്നു നന്ദിതയുടെ മറുപടി. കാർത്തിക് സർപ്രൈസിന്റെ ആളായിരുന്നെന്നും പൂജയെ സർപ്രൈസായി കാണിക്കാമെന്നുമാണ് പറഞ്ഞിരുന്നത് എന്ന് നന്ദിത കൂട്ടിച്ചേർത്തു. ആ സമയത്താണ് ഡൊമിനിക് അവിടെ ഇരുന്ന് കുറെ ഫോട്ടോസ് കണ്ടത്. അതിൽ കാർത്തിക് അഭിനയിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി തിരക്കിയപ്പോ നന്ദിത പറഞ്ഞു അവന് അഭിനയത്തിൽ വലിയ കമ്പമൊക്കെ ഉണ്ടായിരുന്നു. മുമ്പ് ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നപ്പോ നാടകത്തിൽ അഭിനയിച്ചിട്ടൊക്കെയുണ്ട്. കാർത്തികുമായി അവസാനമായി സംസാരിച്ചതെന്നാണ് എന്ന് ഡൊമിനിക് ചോദിച്ചപ്പോ ഡിസംബർ 31, 2021 എന്ന് നന്ദിത ഓർത്തു പറഞ്ഞു. പിന്നാലെ കേസിന്റെ കാര്യം ചോദിച്ചപ്പോ മൂന്നാർ സ്റ്റേഷനിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നന്ദിത വ്യക്തമാക്കി. അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചാലോ എന്ന് ഡൊമിനിക് ചോദിച്ചപ്പോ നന്ദിത ഓക്കെ പറഞ്ഞു. അങ്ങനെ നന്ദിതയെയും കൂട്ടി ഡൊമിനിക് സ്റ്റേഷനിൽ പോയി. പക്ഷേ കാർത്തികിന്റെ മിസ്സിംഗ് കേസിൽ വലിയ പുരോഗതിയൊന്നുമില്ല എന്ന് ഡൊമിനിക്കിന് അവിടെ വെച്ച് മനസ്സിലാവുകയാണ്. കാർത്തികിനെ കിട്ടിയാൽ മാത്രമേ പൂജയുടെ മിസ്സിംഗ് കേസിലും എന്തെങ്കിലും പുരോഗതി ഉണ്ടാകൂ എന്ന് ഡൊമിനിക്കിന് അറിയാമായിരുന്നു. കൂട്ടത്തിൽ അവിടുത്തെ CIയുടെ ഒരു കമന്റും ഡൊമിനിക് കേട്ടു. ഈ പെണ്ണൊക്കെ ദിവസം ചെല്ലും തോറും നല്ല ഭംഗിയായിട്ട് വരികയാണല്ലോ. അർത്ഥം വെച്ചുള്ള പറച്ചിലായിരുന്നു അത്. നന്ദിതയെയാണ് CI ഉദ്ദേശിച്ചത് എന്ന കാര്യം വ്യക്തം. നന്ദിതയുടെ ഭംഗിയിൽ ഡൊമിനിക്കും ഒന്ന് മയങ്ങിയിരുന്നു. നന്ദിതയുടെ ഡാൻസ് കാണാനും നന്ദിതയ്ക്കൊപ്പം സമയം ചെലവഴിക്കാനും ഡൊമിനിക് ശ്രമിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ നന്ദിതയെ ശല്യം ചെയ്യുന്ന ഒരു വട്ടിപ്പലിശക്കാരനെ ഡൊമിനിക് ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ഡൊമിനിക്കിന് അയാളുമായി ഒന്ന് ഏറ്റുമുട്ടേണ്ടിയും വന്നു. പിന്നീട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് കാർത്തിക് അയാളിൽ നിന്ന് കുറെ പണം കടം വാങ്ങിയിരുന്നു. ആ പണം ചോദിച്ച് അയാൾ നന്ദിതയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ നന്ദിത തിരികെ കൊടുത്തു. പക്ഷേ ഇപ്പോൾ നന്ദിതയെ മതി എന്ന് പറഞ്ഞ് പണം വേണ്ടെന്ന് പറഞ്ഞ് അയാൾ പ്രശ്നം സൃഷ്ടിക്കുന്നു. നന്ദിതയുമായുള്ള സംഭാഷണത്തിലും തുടരന്വേഷണത്തിലും കാർത്തിക് പ്രകാശ് അസോസിയേറ്റ്സ് എന്ന കൊച്ചിയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വിവരം ഡൊമിനിക് അറിഞ്ഞു. അങ്ങനെ ഡൊമിനിക്കും വിക്കിയും കൂടി പ്രകാശ്
പ്രകാശ് അസോസിയേറ്റ്സിലെത്തി കാർത്തികിനെ പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു. പ്രകാശ് എന്ന കമ്പനി ഓണറിന്റെ അടുത്ത് അന്വേഷിക്കുമ്പോൾ കാർത്തികിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു കേട്ടത്. കാർത്തി നല്ല പയ്യനായിരുന്നുവെന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യുമായിരുന്നു എന്നും അയാൾ ഓർത്തു പറഞ്ഞു. 2 വർഷം കാർത്തിക കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അതൊരു ലീഗൽ കമ്പനിയാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന കമ്പനിയാണ് എന്നാണ് പ്രകാശ് അടക്കം പറയുന്നത്. അതിലെ ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ജോലിയായിരുന്നു കാർത്തിക ചെയ്തിരുന്നത്. കമ്പനിയിൽ കാർത്തികിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മിസ്സാവുന്നതിന് 2 ദിവസം മുമ്പ് തൊട്ട് കാർത്തിക് വളരെ ദുഃഖത്തിൽ കാണപ്പെട്ടിരുന്നു എന്ന് മറ്റുള്ളവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു. എന്തായാലും ആ സമയം കാർത്തിക് കൈകാര്യം ചെയ്ത കേസുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാമോ എന്ന ഡൊമിനിക്കിന്റെ ചോദ്യത്തിന് അവർ സമ്മതിക്കുകയും ചെയ്തു. പിന്നാലെ ലാസ്റ്റ് കാർത്തിക് അറ്റൻഡ് ചെയ്ത കേസിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടിന്റെ മുമ്പിലും മറ്റുമായി കാർത്തികിന്റെ കാണാനില്ല പോസ്റ്റർ സ്ഥാപിക്കാനും അത് കണ്ട് അവരുടെ ഫേസ് റിയാക്ഷൻ വെച്ച് അവരും കാർത്തികും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഡൊമിനിക് അസിസ്റ്റന്റ് വിക്കിയെ ചുമതലപ്പെടുത്തി. ഇതേ സമയം കാർത്തിക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നാഗർകോവിലിലെ നാടക ട്രൂപ്പിന്റെ വിവരങ്ങൾ തിരക്കി ഡൊമിനിക് അവിടെ പോയി. ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയായിരുന്നു നാടക ട്രൂപ്പ് നടത്തിയിരുന്നത്. അവിടെത്തി അന്വേഷിച്ചെങ്കിലും കാർത്തികിനെ പറ്റി വേണ്ട വിവരങ്ങളൊന്നും ഡൊമിനിക്കിന് കിട്ടിയില്ല. നാടക ട്രൂപ്പ് ഉടമ ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടായിരുന്നില്ല. തിരികെ എത്തുമ്പോൾ തന്നെ വിളിക്കാൻ പറയാൻ നമ്പറും കൊടുത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു ഡൊമിനിക് അന്ന് അവിടെ നിന്ന് തിരികെ പോകുന്നത്. തിരികെ നാട്ടിലെത്തിയപ്പോ അവരുടെ പോസ്റ്റർ ടെക്നിക്കിൽ ഒരാൾ കൃത്യമായി വീണു. ടോണി എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ ബിഹേവിയറിലും പെരുമാറ്റത്തിലും കാർത്തികിന്റെ തിരോധാനത്തിൽ അയാൾക്കെന്തോ പങ്കുണ്ട് എന്ന് ഡൊമിനിക്കിന് മനസ്സിലായി. ടോണിക്കും ഡൊമിനിക് തന്റെ പുറകെയുണ്ട് എന്ന് തോന്നിയിരുന്നു. അടുത്ത ദിവസം ഡൊമിനിക്കിന്റെ ഫ്ളാറ്റിലേക്ക് നന്ദിത ഡൊമിനിക്കിനെ കാണാനെത്തി. കാർത്തികിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണം എന്തായെന്നറിയാനായിരുന്നു അവർ വന്നത്. കൃത്യം ആ സമയമാണ് ടോണിയുടെ ആളുകളെത്തി അവിടെ ഒരു അറ്റാക്ക് നടത്തുന്നതും. ഡൊമിനിക്കിനെ ഭീഷണിപ്പെടുത്തി അവർ മടങ്ങിപ്പോയി. ടോണി ഫോൺ വിളിച്ച് ഡൊമിനിക്കിനെ വിരട്ടുകയും ചെയ്തു. അത്രയും ആയതോടെ കാർത്തികിന്റെ തിരോധാനത്തിന് പിന്നിൽ ടോണിക്കെന്തോ കാര്യമായ പങ്കുണ്ട് എന്ന് ഡൊമിനിക് കൃത്യമായി ഉറപ്പിച്ചു. ടോണിയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ഡൊമിനിക് പ്രകാശ് അസോസിയേറ്റ്സിൽ വീണ്ടും എത്തി. ഇത്തവണ അവിടെ എത്തിയപ്പോ ഡൊമിനിക്കിന് ഒരു നിർണായക തെളിവ് കൂടി കിട്ടി. കമ്പനി ഓണറായ പ്രകാശിന്റെ കുറെ ഫോട്ടോസ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫോട്ടോ പ്രകാശ് അവാർഡ് വാങ്ങിക്കുന്നതാണ്. ഡിസംബർ 31 ഫോട്ടോ. ആ ഫോട്ടോയിൽ പ്രകാശിന്റെ നെറ്റിയിൽ പാടൊന്നുമില്ല. പക്ഷേ ജനുവരി 1 ഫോട്ടോയിൽ പ്രകാശിന്റെ നെറ്റിയിൽ ഒരു മുറിപ്പാട് കാണാൻ കഴിയുന്നു. അതിനെപ്പറ്റി ചോദിക്കാൻ പ്രകാശിന്റെ അടുത്തെത്താൻ ഡൊമിനിക് ശ്രമിച്ചെങ്കിലും കമ്പനിയിൽ ഉണ്ടായിരുന്നിട്ടും താൻ അവിടില്ലെന്ന് എംപ്ലോയിയെ കൊണ്ട് പറയിപ്പിച്ച് പ്രകാശ് തടുതപ്പുകയായിരുന്നു ചെയ്തത്. ഡൊമിനിക് അതും നോട്ട് ചെയ്യുന്നുണ്ട്. അതോടെ പ്രകാശും ടോണിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ എന്നുകൂടി അയാൾ സംശയിക്കുന്നു. ഡൊമിനിക് പിന്നീട് നേരെ പോയത് പൂജയുടെ അമ്മയെ കാണാനായിരുന്നു. പൂജയുടെ അമ്മയുടെ അടുത്ത് പേഴ്സേൽപ്പിച്ച് ഡൊമിനിക് പൂജയെ പറ്റി സംസാരിച്ചു. 4 ദിവസത്തിന് മുമ്പാണ്, അതായത് ജനുവരി 10 പൂജയോട് താൻ അവസാനമായി സംസാരിച്ചത്. അവള് വാട്സപ്പിൽ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവളെ ഫോൺ ചെയ്തിരുന്നു. അപ്പോ താൻ ബസ് സ്റ്റാൻഡിലാണെന്നും അത്യാവശ്യമായി ഒരാളെ കാണാൻ പോകുന്നു എന്നും പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. പൂജയുടെ അമ്മ അത് പറഞ്ഞ ശേഷം പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്റെ മകളെ കണ്ടെത്തി തരണം. ഡൊമിനിക്കും വിക്കിയും കിട്ടിയ വിവരവുമായി അവിടെ നിന്ന് പോന്നു. യാഥാർത്ഥ്യത്തിൽ ഡൊമിനിക്കും വിക്കിയും സോമംപിള്ളയുടെ പിന്നാലെ പോവാൻ നിന്ന അതേ ബസ് സ്റ്റോപ്പിൽ അന്ന് പൂജയും ഉണ്ടായിരുന്നു. പൂജയുടെ പേഴ്സ് ഒരു കള്ളൻ മോഷ്ടിച്ചു. ആ കള്ളൻ അതുമായി ഹോസ്പിറ്റലിലെത്തി. അവിടെ ഇരുന്ന് പേഴ്സ് നോക്കി ആവശ്യമുള്ള എടുത്ത ശേഷം പേഴ്സ് അവിടെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ആ പേഴ്സാണ് അവിടെത്തിയ മാധുരിയുടെ കയ്യിൽ പെട്ടതും. ഡൊമിനിക് ആകെ കൺഫ്യൂഷനിലാണ്. പൂജയെ പറ്റി അറിയണമെങ്കിൽ കാർത്തികിന്റെ തിരോധാനത്തെ പറ്റി അറിയണം. അതിന് പ്രകാശിനെ കയ്യിൽ കിട്ടിയേ തീരൂ. ഒടുവിൽ ഡൊമിനിക് ഒരു കളി കളിച്ചു. പ്രകാശ് അസോസിയേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ദൃശ്യ എന്ന പെൺകുട്ടിയുടെ സഹായത്തോടെ പ്രകാശിനെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഡൊമിനിക് എത്തിച്ചു. പിന്നാലെ ഒരു തോക്ക് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി പ്രകാശിനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിച്ചു. കാർത്തിക് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോവാൻ നിൽക്കുകയായിരുന്നു. അന്ന് ടോണിയുടെ ഫയൽ അവനാണ് കൈകാര്യം ചെയ്യുന്നത്. പോകുന്നതിന് മുമ്പ് രാത്രി ആ ഫയൽ എന്റെ കയ്യിലേൽപ്പിക്കാൻ വേണ്ടി പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കാർത്തിക് വന്നു. പക്ഷേ ആ പാർട്ടിയിൽ ഞാനും ടോണിയും ഒന്നിച്ചുണ്ടായിരുന്നു. എന്നെയും ടോണിയെയും ഒന്നിച്ച് കാർത്തിക് കണ്ടതോടെ ഞങ്ങൾ തമ്മിലുള്ള ടൈപ്പിന്റെ കാര്യമൊക്കെ അവന് മനസ്സിലായി. അതോടെ ഒരുപാട് ജനങ്ങളുടെ കാര്യങ്ങൾ ബാധിക്കുന്ന ആ ഫയൽ തരാൻ അവൻ വിസമ്മതിച്ചു. ടോണിയുടെ കമ്പനിക്കെതിരായുള്ള ഫയലായിരുന്നു അത്. കോർട്ടിൽ കൊടുക്കേണ്ടത്. ഫയൽ എന്റെ കയ്യിൽ തരാതെ അതുമായി അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ ഫയൽ തിരികെ വാങ്ങാൻ ഞാനും ടോണിയും കാറെടുത്ത് അവന്റെ പിന്നാലെ വെച്ചുപിടിച്ചു.
ഒടുവിൽ ലേക്കിന്റെ ഭാഗത്ത് വെച്ച് കാർ അവന്റെ ബൈക്കിലിടിച്ചു. അവൻ ആ ലേക്കിലേക്ക് വീണു. ആ ആക്സിഡന്റിലാണ് എനിക്ക് പരിക്കേറ്റതും. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങൾ അവനെ കൊന്നിട്ടില്ല. പ്രകാശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡൊമിനിക് കേട്ടു. പിന്നാലെ വിക്കിയുമായി സംസാരിക്കുമ്പോ വിക്കി തന്റെ സംശയം പറഞ്ഞു. അയാൾ പറയുന്നത് കള്ളമാവാൻ സാധ്യതയുണ്ട്. 2 കൊല്ലം മുമ്പ് അതുപോലെ കാർത്തിക് മരിച്ചിട്ടുണ്ടെങ്കിൽ പൂജ പിന്നെ കാർത്തികിനെ കാണാനെന്നും പറഞ്ഞു പോയത് എങ്ങോട്ടേക്കാണ്? ഇനിയിപ്പോ പ്രകാശ് പറഞ്ഞതാണ് സത്യമെങ്കിൽ ആ തടാകത്തിൽ കാർത്തികിന്റെ ബൈക്കും അവന്റെ ഡെഡ് ബോഡിയും കാണണ്ടേ? എന്തായാലും തടാകത്തിൽ ഒരു തിരച്ചിൽ നടത്തിയേ പറ്റൂ. ഡൊമിനിക് തന്റെ പരിചയക്കാരനായ കമ്മീഷണറെ ചെന്നു കണ്ടു. അതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. തടാകം സെർച്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാമോ എന്ന തരത്തിൽ ആവശ്യപ്പെട്ടു. മികച്ച രീതിയിൽ തന്റെ തനത് ശൈലി കൊണ്ട് കമ്മീഷണറെ സമ്മതിപ്പിക്കാൻ വരെ ഡൊമിനിക്കിന് സാധിച്ചിരുന്നു. വൈകാതെ പോലീസിന്റെ നേതൃത്വത്തിൽ തടാകത്തിൽ തിരച്ചിൽ നടന്നു. ഇതിനിടയിൽ നന്ദിതയുടെ അടുത്തെത്തി ഉണ്ടായ അപ്ഡേറ്റ്സ് ഡൊമിനിക് പറയുകയും ചെയ്തു. വിവരമറിഞ്ഞ നന്ദിത കരഞ്ഞുകൊണ്ട് തളർന്നിരുന്നു പോയിരുന്നു. ഡൊമിനിക്കും വിക്കിയും തടാകത്തിനടുത്തെത്തി. തിരച്ചിലുകാർക്ക് ചാക്കിൽ കിട്ടിയ നിലയിൽ ഒരു മൃതദേഹം കിട്ടിയിരുന്നു. ചാക്ക് തുറന്ന് അതിന്റെ മുഖം കണ്ടപ്പോ ഡൊമിനിക് ഞെട്ടിപ്പോയി. അത് ഒരാണല്ല, മറിച്ച് പെൺകുട്ടിയുടെ മൃതശരീരമാണ്. പൂജയുടെ മൃതശരീരം. കാർത്തികിനെ അന്വേഷിച്ചു പോയി പൂജയുടെ മൃതദേഹത്തിൽ എത്തിയിരിക്കുന്നു. കാർത്തികിനപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? പൂജയുടെ മൃതദേഹം എങ്ങനെ ഇവിടെ എത്തി? ഡൊമിനിക്കിന്റെ ഉള്ളിൽ 100 ചോദ്യങ്ങൾ ഉയർന്നു. ഡൊമിനിക് പൂജയുടെ അമ്മയെ വിളിച്ചു. പൂജയുമായി അവസാനം സംസാരിച്ച ദിവസം പൂജ കുറച്ച് ഫോർവേഡ് മെസ്സേജ് എന്തോ അയച്ചെന്ന് പറഞ്ഞില്ലേ? അത് തനിക്ക് അയക്കാമോ എന്ന് ചോദിച്ചു. ആ വീഡിയോ ലിങ്ക് പൂജയുടെ അമ്മയിൽ നിന്ന് ഡൊമിനിക്കിന് കിട്ടി. ഡൊമിനിക് അത് പ്ലേ ചെയ്തു. നന്ദിതയുടെ നൃത്തത്തിന്റെ ഒരു റീലായിരുന്നു അത്. ഡൊമിനിക് പിന്നാലെ അവിടെ നിന്നും നന്ദിതയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയം വിക്കി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ നമ്മൾ ഇവിടെ തന്നെ വന്നത്? ഡൊമിനിക് പറഞ്ഞു, പൂജ അവസാനമായി കാണാൻ വന്നത് കാർത്തികിനെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. പൂജ അവസാനമായി കാണാൻ വന്നത് കാർത്തികിന്റെ സഹോദരി നന്ദിതയെയാണ്. ഈ സമയം അതുവഴി നന്ദിതയുടെ വീട്ടിലെ വേലക്കാരൻ പോകുന്നുണ്ടായിരുന്നു. വേലക്കാരന്റെ അടുത്ത് പൂജയുടെ ഫോട്ടോ കാണിച്ച് ഡൊമിനിക് ചോദിച്ചു, ഈ പെണ്ണിവിടെ വന്നതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? വേലക്കാരൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഈ കുട്ടി എവിടെങ്ങും കണ്ടിട്ടില്ല. കാർത്തികിനെ കാണാതാവുന്നതുവരെ കാർത്തികിന്റെ കൂടെ ജോലിക്ക് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കാർത്തികിനെ കാണാതായ ശേഷം നന്ദിത ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോ നന്ദിതയുടെ കൂടെ ഇവിടെ നിൽക്കുന്നു. ഇതിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ ഈ പെണ്ണിനെ ഇവിടെ വന്ന് കണ്ടിട്ടില്ല. അതും പറഞ്ഞ് വേലക്കാരൻ അകത്തേക്ക് പോയി. ഡൊമിനിക് നേരെ നന്ദിതയുടെ വീട്ടിലേക്ക് ചെന്നു. നന്ദിതയോട് സംസാരിക്കാൻ തുടങ്ങി. തടാകത്തിൽ നിന്ന് കിട്ടിയത് കാർത്തികിന്റെ ബോഡിയല്ല. അത് കേട്ട് നന്ദിത ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അവൻ എവിടെങ്കിലും ജീവനോടെ ഉണ്ടാവുമല്ലേ? ഇന്ന് കാർത്തികിന്റെ ബർത്ത്ഡേ ആണ്. ആ സന്തോഷത്തിൽ ഞാൻ കുറച്ച് പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഡൊമിനിക്കിന് പായസം കൊടുക്കുവാൻ വേണ്ടി നന്ദിത ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്നു. ഫ്രിഡ്ജ് പാതി തുറന്നു. ഈ സമയം ഫ്രിഡ്ജിനകത്ത് ഒരാളുടെ മൃതദേഹമുണ്ടായിരുന്നു. മുമ്പ് കാർത്തികിന്റെ പേര് പറഞ്ഞൊരു പലിശക്കാരൻ നന്ദിതയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാളുടെ മൃതദേഹമായിരുന്നു അത്. തലേന്ന് അയാൾ അവിടെ എത്തിയിരുന്നു. അയാളെ വശീകരിച്ചിരുത്തിയ നന്ദിത അയാൾക്ക് വിഷം കലർത്തിയ പായസം കൊടുത്തു. അയാളെ അങ്ങനെ വകവരുത്തിയ ശേഷം നന്ദിത അയാളെ ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഡൊമിനിക് കാണാതെ അത് മറച്ച നന്ദിത ഡൊമിനിക്കിന് മുമ്പിലേക്ക് വിഷം കലർത്തിയ പായസം വെച്ച് നീട്ടി. ഡൊമിനിക് അത് കുടിക്കാൻ എടുത്തെങ്കിലും കുടിക്കാതെ എന്തോ തോന്നിയത് താഴെ വെച്ചു. പിന്നാലെ തന്റെ സംശയങ്ങൾ ഡൊമിനിക് നന്ദിതയോട് ചോദിക്കാൻ ആരംഭിച്ചു. നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു. 15 വയസ്സ് വരെയുള്ള നിങ്ങളുടെ റെക്കോർഡ്സ് ഒക്കെയെ അന്വേഷിച്ചപ്പോ കിട്ടിയുള്ളൂ. 15 വയസ്സിന് ശേഷം നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്? നന്ദിതയ്ക്ക് അത് പറയാൻ പറ്റുമോ? നന്ദിത മൊത്തത്തിൽ ഡൊമിനിക്കിന്റെ ചോദ്യങ്ങളിൽ ഒന്ന് പരുങ്ങുന്നുണ്ട്. എന്നാലും കുട്ടിക്കാലം മുതലേ തന്റെ സഹോദരനൊപ്പം ജീവിച്ച കാലവും കുട്ടിക്കാലത്ത് ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ടായിരുന്ന അവൾ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബന്ധുവിന്റെ നാടക ട്രൂപ്പിൽ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തതും അതിനിടയിൽ ക്ലാസിക് ഡാൻസ് പഠിച്ച നന്ദിത കൊൽക്കത്തയിലേക്ക് പോയി അവിടെ തുടർന്ന കാര്യവുമൊക്കെ ഒന്നുകൂടി വ്യക്തമാക്കി. പിന്നാലെ ഡൊമിനിക് ചോദിച്ചു, പൂജ ഇവിടെ വന്നിരുന്നോ? ഇല്ല, താൻ പൂജയെ കണ്ടിട്ടേയില്ല എന്നായിരുന്നു നന്ദിതയുടെ മറുപടി. പൂജയുടെ മൃതദേഹം തടാകത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞതും നന്ദിത ഒന്ന് ഞെട്ടുന്നുമുണ്ട്. ജനുവരി 10-ാം തീയതി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ നന്ദിത വിശദീകരിക്കാൻ ശ്രമിച്ചു. ഉടൻ ഡൊമിനിക് ചോദിച്ചു, അതിന് ജനുവരി 10 ഞാൻ പറഞ്ഞില്ലല്ലോ. നന്ദിത ഒന്ന് പതറി. പിന്നാലെ പറഞ്ഞു, ആദ്യം വന്നപ്പോ ഡൊമിനിക് പറഞ്ഞിരുന്നല്ലോ. ഡൊമിനിക് ആ കാര്യം ഓർത്തു. പിന്നെങ്ങനെ പൂജ നന്ദിതയുടെ വീഡിയോ അയച്ചു കൊടുത്തു എന്ന് ഡൊമിനിക് ചോദിച്ചപ്പോ നന്ദിത പറഞ്ഞു, അതിപ്പോ എന്റെ ഏതെങ്കിലും ഡാൻസ് പ്രോഗ്രാമിന് വന്ന് അവളെടുത്ത് അയച്ചു കൊടുത്തതാവാം. ഞാൻ കാർത്തികിന്റെ സിസ്റ്ററാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ അവളും ചിലപ്പോ അറിഞ്ഞു കാണും. ഡൊമിനിക്കിന്റെ സംശയത്തിലുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് നന്ദിത ഒടുവിൽ ഡൊമിനിക്കിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം കേട്ടാത്തോന്നും ഞാനാണ് പൂജയെ കൊന്നതെന്ന്. ഞാനത് ചെയ്തിട്ടില്ല ഡൊമിനിക്. നന്ദിത തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ച് ഡൊമിനിക്കിന്റെ കയ്യിൽ വരെ പിടിച്ചു. ഈ സമയം ഡൊമിനിക്കിനൊരു കോൾ വന്നു. കോൾ
അടുത്ത് ഡൊമിനിക് മാറി നിന്നു. വിളിച്ചത് നാഗർകോവിലുള്ള കാർത്തികും നന്ദിതയും പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നാടക ട്രൂപ്പിന്റെ ചന്ദ്രശേഖരനായിരുന്നു. ചന്ദ്രശേഖരനുമായി സംസാരിച്ചപ്പോഴാണ് കുറെ കാര്യങ്ങൾ ഡൊമിനിക് അറിയുന്നത്. ചന്ദ്രശേഖരൻ പറഞ്ഞു, കാർത്തിക് നല്ലൊരു പയ്യനായിരുന്നു. എന്റെ നാടക ടീമിലെ ലീഡ് റോൾ ചെയ്തുകൊണ്ടിരുന്നത് അവനാണ്. കുട്ടിക്കാലത്ത് അവന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവനെല്ലാം അവന്റെ സഹോദരിയായിരുന്നു. നന്ദിത 15ാമത്തെ വയസ്സില് ഹാർട്ടിനുണ്ടായ പ്രശ്നം കാരണം അവൾ മരിച്ചുപോയി. അവൾ മരിച്ച ശേഷം അവനാകെ മാറിപ്പോയി. അത് കേട്ട ഡൊമിനിക് ഞെട്ടി. നന്ദിത മരിച്ചുവെങ്കിൽ തന്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഡൊമിനിക് സംശയിച്ചു. ഡൊമിനിക് ചന്ദ്രശേഖരനോട് പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഞാനിപ്പോ നന്ദിതയുടെ കൂടെയാണല്ലോ ഉള്ളത്. ഇത് കേട്ട ചന്ദ്രശേഖരൻ ചിരിയോടെ പറഞ്ഞു, ഒരു സാധ്യതയുമില്ല. അവള് 15ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അവളെ അടക്കം ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. കാർത്തിക് ശവസംസ്കാര ചടങ്ങിന് പോലും വന്നിരുന്നില്ല. അവള് മരിച്ചുവെന്ന് കാർത്തിക് ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. കാർത്തിക് ഒരു പാവമായിരുന്നു. ത്രൈണത കൂടുതലുള്ള ഒരുവൻ. അത് ഓവർകം ചെയ്യാൻ മാൻലി ആയിരിക്കുന്ന പോലെ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. നാടകം ചെയ്യുമ്പോ പെൺവേഷം കെട്ടാൻ അവൻ അത്രയ്ക്ക് താല്പര്യമായിരുന്നു. ഒക്കെ കേട്ടതും ഒക്കെ ചേർത്ത് വായിച്ചതും ഡൊമിനിക്കിന് കാര്യം മനസ്സിലായി. തന്റെ മുമ്പിൽ നന്ദിതയായി നിൽക്കുന്നത് യഥാർത്ഥ കാർത്തിക് തന്നെയാണ്. അക്കാര്യം പറഞ്ഞ് ഡൊമിനിക് നന്ദിതയുടെ മുമ്പിലെത്തി. കാര്യങ്ങൾ, തന്റെ സംശയങ്ങൾ അവളുമായി സംസാരിച്ചു. യാഥാർത്ഥ്യത്തിൽ നടന്നത് എന്താണെന്നാൽ തന്റെ സഹോദരി നന്ദിതയുടെ മരണം കാർത്തിക് ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. പതിയെ പതിയെ അവൻ നന്ദിതയായി മാറാൻ തുടങ്ങി. അവന്റെ ഉള്ളിലെ സ്ത്രൈണത പലപ്പോഴും ദ്വന്ദ്വ വ്യക്തിത്വമായി പുറത്തു വന്നുകൊണ്ടിരുന്നു. അന്നത്തെ അപകടത്തിൽ തടാകത്തിൽ വീണ ശേഷം തിരികെ കയറി വന്ന കാർത്തിക് തന്റെ കാർത്തിക് എന്ന ഐഡന്റിറ്റി പൂർണ്ണമായി ഉപേക്ഷിച്ച് നന്ദിത എന്ന തന്റെ സഹോദരിയുടെ ഐഡന്റിറ്റിയിലേക്ക് ചേക്കേറി നന്ദിതയായി ജീവിക്കാനും തുടങ്ങി. തന്റെ കാമുകൻ കാർത്തികിനെ അന്വേഷിച്ച് നടന്ന പൂജ ഒടുവിൽ നന്ദിതയിൽ എത്തിച്ചേർന്നു. നീ തന്നെയല്ലേ കാർത്തിക് എന്ന് ചോദിച്ച് നന്ദിതയെ ചോദ്യം ചെയ്തു. അത് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാതിരുന്ന നന്ദിത ഒരു ദേഷ്യത്തിൽ അവളെ പിടിച്ചു തള്ളി. തലയിടിച്ച് പൂജ കൊല്ലപ്പെട്ടു. വീട്ടുജോലിക്കാരന്റെ സഹായത്തോടെ ചാക്കിൽ കെട്ടി നന്ദിത എന്ന കാർത്തിക് തന്നെ അവളുടെ മൃതശരീരം തടാകത്തിൽ കൊണ്ടു തള്ളി. ഡൊമിനിക് ഓരോ തവണയും നന്ദിതയെ കാർത്തിക് എന്ന് വിളിക്കുമ്പോ നന്ദിത പ്രകോപിതയാവുന്നുണ്ടായിരുന്നു. നന്ദിത പറഞ്ഞു, ഒരിക്കൽ കൂടി ഞാൻ ജീവനോടെ ഇല്ലെന്ന് നീ പറഞ്ഞാൽ നിന്നെയും ഞാൻ കൊല്ലും. ഡൊമിനിക് പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ ചന്ദ്രശേഖർ മാമയാണ്. അത് കേട്ടതും കാർത്തിക് എന്ന നന്ദിത വല്ലാതെ നെടുവീർപ്പെട്ടു. പിന്നാലെ നിയന്ത്രണം വിട്ട് ഡൊമിനിക്കിനെ ആക്രമിക്കാൻ തുടങ്ങി. ശക്തമായൊരു ഏറ്റുമുട്ടൽ. നന്ദിതയുടെ ജോലിക്കാരനും അതിൽ പങ്കുചേർന്നു. ഡൊമിനിക്കിന് കത്തിക്കുത്തേറ്റു. ഭാഗ്യവശാൽ കൃത്യസമയം ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് വിക്കി അങ്ങോട്ടേക്ക് തോക്കുമായി കയറി വന്നതുകൊണ്ട് കൊല്ലപ്പെടാതെ ഡൊമിനിക് രക്ഷപ്പെട്ടു. ജോലിക്കാരനും നന്ദിതയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം തന്റെ കണ്ടെത്തലുകൾ ഡൊമിനിക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു. വീഡിയോ വൈറലായതോടെ നിരവധി കേസുകൾ ഡൊമിനിക്കിനെ തേടി വരാൻ തുടങ്ങി. ഇതിനിടയിൽ നന്ദിത ആൻഡമാനിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. ഒടുവിൽ അന്വേഷിച്ച് നന്ദിതയെ കണ്ടെത്തിയ ഡൊമിനിക് പോലീസിന് വിവരം കൊടുത്ത് നന്ദിതയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു, അഥവാ കാർത്തികിനെ. അങ്ങനെ ഒരു മിസ്സിംഗ് പേഴ്സ് കാരണം കൊലപാതകം തെളിഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു അന്വേഷണ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.